ചേട്ടാ എന്നാ സൊൽ. നിങ്ങൾ ഇവിടെ ചൊല്ലിക്കൊണ്ടുവന്നോ? ആ വക്കീൽ എന്താ പറഞ്ഞറിയോ? ഇഷ്ടമുള്ള മുറി തെരഞ്ഞെടുത്തോളാം. ഇങ്ങോട്ട് വന്നേ. ആ വക്കീൽ അങ്ങനെ പറഞ്ഞു. എങ്കിലാ എലുമ്പം കുരുക്കൽ കയറി നിരങ്ങുന്നതിന് മുമ്പേ ഏറ്റവും നല്ല മുറി നമുക്ക് എടുക്കണം. അവിടെ നിന്നേ. ഈ മുറി മതി ചേട്ടാ. നമ്മുടെ ഒരു നിലവാരത്തിൽ ഇത് മതിയെന്നേ. മതി. ആരാ അവിടെ ചുരണ്ടി പറിക്കുന്നത്? ഓ, ആ എലുമ്പം കയറി പറ്റി. ആ എലുമ്പം കയറി പറ്റി. ചവിട്ടി തുറയേട്ടാ. ഗുഡ് മോർണിംഗ്. ശൃംഗരിക്കേണ്ട ഒരു പ്രായം. മുതുകാള. എന്ത് മര്യാദകളാണോ കാണിക്കുന്നത്? ഒരാളുടെ മുറിയിൽ ചവിട്ടി തുറന്നാണ് കയറേണ്ടത്. സാമാന്യ മര്യാദ വേണ്ടേ? ആരായി ഒരാള്? നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി കിടക്കാൻ? ഇതേ ഞങ്ങൾക്ക് വേണ്ടി വക്കീൽ പ്രത്യേകം ഒരുക്കിയ മുറി. എങ്ങോട്ട് അറിയിക്കും? എന്തൊരു ചന്തം. നാട്ടിലെ പോലെ ഇവിടെ പാരവെപ്പ് തുടരാനാണ് പരിപാടിയെങ്കിൽ ചവിട്ടി എല്ലൊടിച്ചു. என்னாச்சு? யார் இந்த திருட்டு பசங்க? பசுக்களா? யார் நீ? அசோகன் அழியம்மார். அழியாவது கிளியாவது எவனாயிருந்தா எனக்கு என்ன? இங்கு நான் சொல்றதா சட்டம், புரிஞ்சுதா? நான் யார் தெரியுமா? வீரபாண்டிய குலோத்துங்க மல்லன். അളിയത് ഞാനാ. അയ്യോ, ഇതെന്ത് വേഷം? മേളിരുന്ന് ഒരു പഴയ പെട്ടി കുത്തി പൊളിച്ചപ്പോ കിട്ടിയതാ. നിറച്ച് കോട്ട് ഉരുപ്പുണ്ട്. അളിയമ്മനെ ഒരെണ്ണത്ത് ഫിറ്റ് ചെയ്തോ. നമ്മുടെ അന്തസ് നിലർത്തണ്ടേ. അന്ന് പോലീസിന്റെ ഇടി മാല പൊട്ടിച്ച പോലീസൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇതെങ്ങനുണ്ട്? അസൽ ബഫൂൺ വരുന്നു. അളിയ ഇതെങ്ങനെയുണ്ട്? ഇങ്ങോട്ട് മാറാം. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞാൻ കാത്തു സൂക്ഷിക്കളിയ. ഞാനും. അളിയ നിഷ്പക്ഷമായിട്ട് പറ, എങ്ങനുണ്ട്? കൊള്ളാം. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് വെച്ചതാ. എടേ പെണ്ണേ, പോയൊരു ബദാം ജ്യൂസ് കൊണ്ടുവാ. ഇടി ഒരു ബൂസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നേരത്രയായി. വീഴ്ച നിൽക്കാതെ പോയി ജ്യൂസ് കൊണ്ടുവാടി. ജ്യൂസ് എടുക്കും. ബൂസ്റ്റ് എടുക്കാതെ ജ്യൂസ് എടുത്താൽ വിവരം അറിയും. കളിക്കരുത് കേട്ടോ. നീ പോടാ തൃണമേ. എന്ത് വിളിക്കേ? തൃണം തൃണം. പുല്ലിന് ഇങ്ങനെ ഒരു വൃത്തിയിട്ട പേരുണ്ടോ? ഉണ്ട്. താനിട്ടതല്ലേ? അതെ, ഞാനിട്ടതാ. ഈ പുല്ലാണോ മരമാണോ പറഞ്ഞ അനുസരിക്കുന്ന ഇപ്പൊ അറിയാം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് കൊണ്ടുവാടി. എടേ, ഞാൻ പറഞ്ഞ അനുസരിക്കുന്നോ ഇയാള് പറഞ്ഞ അനുസരിക്കുന്നോ എനിക്ക് ഇപ്പൊ അറിയണം. എടേ, ഞാൻ പറഞ്ഞ അനുസരിക്കുന്നു അതോ ഇവൻ പറഞ്ഞ അനുസരിക്കുന്നു എനിക്ക് ഇപ്പൊ അറിയണം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് എടുത്തോണ്ടുവാടി. പോയി ജ്യൂസ് കൊണ്ടുവാടി. ബൂസ്റ്റ് എടുത്തോണ്ടുവാടി. പോയി ജ്യൂസ് കൊണ്ടുവാടി. എന്തോന്നായത്? നേരെ വെളുത്തപ്പോ തൊട്ട് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുള്ള ജോലി ഇല്ലേ ജയിക്കുന്നോ? കൊണ്ടുപോടുന്ന മോൾ ഈ ജോലിയൊന്നും ചെയ്യണ്ട. ഇനി പോരും. വാ. എന്റെ ഈ കാലിന് ഭയങ്കര വേദന. ഒന്ന് തടയി തരുമോ? അവിടെ ഇരിക്കേ. ആ, അതെ, ഇവിടെ അവിടെ തന്നെ. ഓ, ഒന്ന് അമർത്തി തടവടി വെച്ചേ. ജ്യൂസ് മേശപ്പുറത്ത് വെക്കേ. വക്കീൽ സാർ കൂപ്പിടുறாரு. കൂപ്പോ? വക്കീൽ സാർ കൂപ്പിടുறாரு. கூப்பிடு. வக்கீல் சார் கவுன் இடாருல்லே. அடச்சி, சூட்ட சோம்பேறி பசங்களா. கூப்பிடுறதுன்னா தெரியல, சாப்பிடுறதுன்னா தெரியுதா? தெரியா தெரியா சாப்பாடுற மக்களா. வாயாகிட வாயாகிட. ചേട്ടാ, വക്കീൽ ഒരു പണിയില്ല. ടേസ്റ്റ് വക്കീൽ വേട്ടയ്ക്ക് വിളിച്ചതാണോ? ഞങ്ങൾ ഇത്തരം ചീപ്പ് പരിപാടികൾക്ക് പോകാറില്ല. ആ ചട്ടി എടുക്ക. ആ ചട്ടി എടുക്കാൻ. ഞാൻ വാരിക്കുഴി അശോകന്റെ അളിയനാണ് പെരുവഴി. ആരായാലും ചട്ടി എടുക്കണം. താനാ കാർ കഴുക. ഞാൻ അശോകന്റെ മൂത്ത അളിയനാ. സത്യഭാമടെ സത്യഭാമ. തനിക്ക് ബൂസ്റ്റ് വേണം. എനിക്ക് ബദാം ജ്യൂസാ. എനിക്കാണ് ബൂസ്റ്റ്. ആദ്യം മേലണെങ്കിൽ പണിയെടുക്കാൻ പഠിക്കണോ? മുടിഞ്ഞ ഏർപ്പാടായി പോയി. എന്താ പറഞ്ഞേ? എടുക്കടാ ചട്ടി. ബൂസ്റ്റ് വേണം അല്ലേ? പണിയെടുക്കണോ? അതല്ല ഇത്. വക്കീൽ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ആ, വാസ്തവത്തിൽ ഇത് പൊട്ടുന്ന തോക്കാണോ? വാസ്തവത്തിൽ പൊട്ടുന്ന തോക്കാണോ? പൊട്ടി പൊട്ടി. വക്കീലേ, പെരുവഴി ലാലിച്ചൻ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. ഇറങ്ങി വേണം. ഇറങ്ങി വാടോ കീലേ. ഇറങ്ങി വാടോ. വരണ്ട.
എന്താണ് ഇവിടെ? വക്കീല് 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 പ്രത്യക്ഷപ്പെട്ടത്. എടോ നാട്ടില് ചങ്കും കരള് പോലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. കേസില്ലാത്ത താനെന്തിനാ മേള് കയറി ആ. നിൽക്കുന്നത്? ഈ താഴോട്ട് ഇറങ്ങി വാടോ. വാടോ. വിളി കേട്ടാ. അതാ വക്കീല് വരുന്നു. ദാ വേറൊരുത്തൻ. തന്നെ പോட்டுக்கிட்டு வந்து கலாட்டாவா பண்றீங்க? போக வெளியில. നീ ആരാടാ ചോദിക്കാം? പോടാ നീർക്കോലി. நீ போடா மரமாக்கி. വല്ല മലയാളിയാണോ? എന്നിട്ടാണോ ഇത്രയും നാള് തമിഴ് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചത്? എവിടെ വിടരുത്. ഇടി. ഇങ്ങോട്ട്. ഇടി. ഇങ്ങോട്ട്. ആഹാ. താനാണല്ലേ ഇവിടുത്തെ മെയിൻ സ്വിച്ച്. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ എന്താ ഒരു കാലത്ത് നോക്കണ്ട. ലോകത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ പിരിക്കാൻ സാധ്യമല്ല. അയ്യോ ദേ പോയി. ചേട്ടാ എടോ, പകരം ചോദിക്കും. എടോ വീറ വക്കീലേ, ഞങ്ങൾ അളിയന്മാര് നാട്ടിൽ സുഖമായിട്ട് കഴിയുന്ന കണ്ടപ്പോ തനിക്ക് സൂചിച്ചില്ലല്ലേ? അശോക പോയടാ. നീ നാട്ടിൽ ഞങ്ങളെ കൊണ്ടൊരു മുട്ടുചൂചി പോലും കുഴിഞ്ഞെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഈ പകൽ തോക്കു ചൂണ്ടി ഞങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു റാസ്കൽ. ഞങ്ങൾ ഇതേവരെ ദേഹമനങ്ങി പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. വക്കീലെങ്കിൽ ഇവരെ പിടിച്ച് ഗേറ്റിന് പുറത്താണ്. വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മഞ്ഞപ്പക്കി. ഇത് ഞങ്ങളുടെ അശോകരാളിയന്റെ വീടാ. എന്താ ഈ ഓടാ തണ്ടി. എന്നാ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു. അടുത്ത വേഷം പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണത്തള്ള. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രീധരൻ വേണ്ടാന്ന്. അവിടെ താമസിക്കായിരുന്നില്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിലും ഭേദമാ ചക്കാട്ടുന്നു. ഭാമേ, അയ്യോ, എന്റെ നട്ടം കുടിഞ്ഞു. സാധനം നിങ്ങൾക്കുണ്ടോ? കുടിച്ചിട്ട് തെറി വിളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ലേശം കുടിച്ചാൽ തെറി പറയാൻ പറ്റുമെന്ന് അനിയനല്ലേ പറഞ്ഞത്? பேசாம இழுங்க. ഇതിനൊക്കെ നാറി വക്കീലാണ് കാരണം. കണ്ണു കണ്ടൂടാ. എവിടെങ്കിലും കൊണ്ടുപോയി ഇരുത്ത്. മൂക്ക് വലിച്ചു പിഴാതെ ഇതിനേക്ക് ഇന്നെങ്കിലും ദേവം നിനക്ക്. എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടിരുത്തിയിട്ട് ചേട്ടൻ പോയി എല്ലാരും വിളിച്ചണത്തെ. ഇതിന്റെ കീഴോട്ട് കയറിക്കോ. ഏതിന്റെ? കട്ടിലിന്റെ. നാക്ക് വലിച്ചു പിഴ. മെല്ലെ മെല്ലെ മൂടി പോവും, മൂടി പോവും. പോ. വായി നോക്കിക്കാതെ പോ. പെണ്ണിനെ കാണുന്നില്ലല്ലോ. കാറ്റും കാണാൻ വയ്യ. ഈ പ്ലാനും പൊട്ടി. കൂടിയിട്ടൊന്നും ഉണ്ടാവില്ല. വിടില്ല. എന്റെ ദൈവമേ, ഞാൻ എന്തോ ആയി കാണുന്നേ. നിങ്ങളായിരുന്നു അവിടെ കയറി. സാമദ്രോഹി, നീ എന്റെ കാലിന്റെ നെരിയാണി അടിച്ച് തിരിച്ചു കളഞ്ഞല്ലോടി. നിങ്ങളെ കാലാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? സ്വന്തം ഭർത്താവിന്റെ പാദങ്ങൾ കണ്ട തിരിച്ചറിയാൻ കഴിയാത്ത നീ ഒരു ഭാര്യയാണ് ഒടിച്ചെറ്റ്. ഇവിടെ ചിലർക്ക് സ്വന്തം പുരുഷനെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല, പിന്നെയാണ് പാദം. തുടങ്ങി ഈ മനുഷ്യന്റെ ഒരു ഇനിയെങ്കിലും ഒന്ന് നിർത്തുന്നുണ്ടോ? നാളെ രാവിലെ മുത്തശ്ശി കാലിന് പരിക്കുവച്ചവരെ കണ്ടുപിടിക്കാനിരിക്കുക. അയ്യോ എന്റെ ദൈവമേ, നിങ്ങളെ കാല് ഞാൻ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചൻ. ഈ ഒരപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ചൻ കണ്ടെത്തും. ലാലിച്ച, നിന്റെ കാലിന് വേദനയുണ്ടോ? തല വേദനിക്കുന്നു.
வக்கீலே ம். அந்த திருடன் யாருன்னு தெரிஞ்சா இன்னைக்கு அவனை ஊரை விட்டு அனுப்பணும். ஆ. ஓരോருத்தரேட்ட விളിக்க. വിളിക്കാം. മുരുകയ്യ. നമസ്കാരം നമസ്കാരം. എന്താ വക്കീലേ ഇതെല്ലാം? അതിപ്പോ മല്ല നീ അതൊന്നും ആരാത്? അയ്യോ ചേച്ചി. ആരാണെന്ന് അങ്ങോട്ട് വഴിയില്ല. ചോദിച്ചാ പോകത്തില്ലേ? ആഹാ, നീയായിരുന്നോ? നീ ഇവിടെ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? അത് ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത്? ആരാത്? അവിടെ നിൽക്കാൻ. എടാ, ഏത് വഴി? എന്താ അശോകൻ, അശോകൻ അല്ല ചേട്ടനെ കണ്ടോ? ആ അടുക്കള ഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോ നോക്കിയാലും അടുക്കളയില്ല. ഞാൻ ആ, തുറന്നു പോയി ആ. നോക്കിട്ട് വരട്ടെ. ആ. ആ, ആ, ഛെ. ഒന്ന് തന്നെ ആ? ഇത് എന്റെ തലയിലിരുന്ന പൂവാണല്ലോ. സാറിന് ഇത് എങ്ങനെ കിട്ടി? താഴെ വീണു. ശോ. ഇതിനൊക്കെ ഇവിടെ വലിയ വിലയാ. ആ. പോട്ടെ. വക്കീൽ സാറേ. ഏ? ആ അല്ല, ഈ വക്കീൽ എന്ന് പറയുന്നത് ഇരട്ടപ്പേരാണോ അതോ ജോലിയാണോ? അതെന്താ ജ്ഞാനശീലം ഗുരുക്കൾക്ക് ഇപ്പോഴങ്ങനെ ഒരു സംശയം? അല്ല, കോടതിയിലൊന്നും പോകുന്നു കാണുന്നില്ല. കേസൊന്നുമില്ലേ? ആ ചില പുതിയ പുതിയ കേസുകൾ തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. വരും വരും. ആ, എനിക്കൊരു സംശയം. ഈ കാർ സ്വന്തമാണോ അതോ ഇവിടുത്തെ? ഇവിടുത്തെയാണ്. ആ. സ്വന്തമാണ്. ആ. ആ. ആ, എനിക്ക് വേറൊരു സംശയം കൂടി. ആ. വക്കീൽ സാറിന് ഉദ്ദേശം എന്ത് പ്രായം കാണും? എത്ര പ്രായം തോന്നും? അല്ല, ഈ തലയൊക്കെ നരച്ചിട്ടും കല്യാണം കഴിക്കാത്തോണ്ട് ചോദിച്ചതാ. ഓഹോ അത്രേ ഉള്ളു. എന്താ കഴിക്കാത്തെ? ഉം. അതെ, മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണെ ഒത്തു കിട്ടിയില്ല. ഓ, അപ്പൊ മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണിനെ ഒത്തു കിട്ടിയാ കെട്ടും അല്ലേ? ആ മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണെ ഒത്തു കിട്ടിയാൽ കിട്ടും. വിശ്വസിച്ചിടാം മൃഗത്തിന്, പാടില്ല വിഭ്രമമേകും ഈ സ്ത്രീയാം മൃഗത്തിന്. ലാലിച്ച, ജീവിതം വെറും മായാടാ മായ. അതുകൊണ്ട് നീയും അടി. ഒരിക്കൽ അടുപ്പിച്ചത് കാരണം ചക്കാട്ടി തൃപ്തിയായി. ഇനി മദ്യമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് വേണ്ട. ബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു വിലയില്ലടാ. എല്ലാം വെറും മായ. ഇന്ന് സ്വന്തമെന്ന് തോന്നുന്നു, നാളെ സ്വന്തം അല്ലാതെയാവും എന്ന് ഗീത പറഞ്ഞിട്ടുണ്ട്. സിനിമ നടി ഗീതേ? ഭഗവത്ഗീത. ഭഗവത്ഗീത. നമ്മുടെ ഈ ശരീരം ലാലിച്ച വെറും ശരീരം. ആത്മാവാണ് സ്വന്തം. ആത്മാവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ചേട്ടാ എന്ത് പറ്റി? ഇതെന്താ സാധനം? പട്ട പണ്ടിപ്പട്ടേ. ഒരു കുന്നിനൊരു കുഴി, ഒരു രാത്രിക്ക് ഒരു പകൽ. മായ, എല്ലാവരും മായ. മനസ്സിനാണെങ്കിൽ പെണ്ണിനെ ഒത്തുകിട്ടിയ കെട്ടും. ഒരു ഭാര്യമാരും വിശ്വസിക്കരുത്. ലാലിച്ച, എന്തോ ഞാനൊരു കൊലപാതകയാവും. ചേട്ടന്റെ കട്ടയും പടവും മടങ്ങി എന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ ഇരിക്കണം ശരിയല്ല. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. നീ ഇതിലൂടെ വിടരുത്. തുമ്മി വിഷമിക്കാ, നിന്റെ കൂടെ ഞാനുണ്ട്. അശോക, നീ ഇതിന് ഇപ്പൊ സമാനം പറ. എന്താ ഇവിടെ?
ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഞാൻ എന്റെ സുബിയുടെ കഴുത്തിൽ ചാർത്തിയ താലിമാല ഏതോ തസ്കൃത വരിച്ചിരിക്കുന്നു. എപ്പോ? ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 3-നും 3:10 ഇടയ്ക്കായിരിക്കും ഈ സംഭവം എന്നാണ് എന്റെ നിഗമനം. എന്താ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, ആരാ എടുത്തോന്നൊക്കെ എനിക്കറിയാം. എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? ഒന്നും അറിയാത്ത പോലെ. മാല ഇവിടെ ഉള്ളവരാരും അറിയാതെ പോവില്ല. മര്യാദക്ക് തിരികെ തരുന്നതാണ് നല്ലത്. ആര് മോഷ്ടിച്ചതാ പറയുന്നത്? അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം, അവര് വന്ന് അന്വേഷിക്കട്ടെ. വേണ്ട, പോലീസിനെ വിളിക്കണ്ട. അതെന്താ പോലീസിനെ വിളിച്ചാൽ അവര് വന്ന് അന്വേഷിക്കട്ടെ. വരട്ടെട്ടാ, പോലീസ് ഒന്ന് 2 ഇടി ഇടിച്ചാലേ സത്യം പുറത്തു വരൂ. അല്ലാതെ തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ സുമി. അതെന്താ പോലീസ് വരുന്നതിൽ അളിയിൽ ഇത്ര പേടി? പോലീസിനെ വിളിച്ച് നാട്ടുകാരറിഞ്ഞ് ഈ വീടിന്റെ മാനം ഒരു മാലയുടെ പേരിൽ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭിമാനമാണ് ചോള നമുക്ക് വലുത്, അല്ലേ അമ്മേ? സമ്മതിക്കാതിരിക്കാൻ താനെന്താ ആഭ്യന്തരമന്ത്രിയോ? അളിയാ, വിളിക്കണ പോലീസിനെ. കൊണ്ട് ഞാൻ എടുപ്പിക്കാം. സുമി ഇങ്ങെടുക്ക്. പലരുടെയും പൊയ്മുഖങ്ങൾ ഇവിടെ തകർന്നു വീഴുന്ന ഈ വീട്ടിലുള്ളവർ കാണട്ടെ. എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് പരിശോധിക്കണം. എന്റെ പെട്ടി പരിശോധിക്കുന്നത് കൊള്ളാം. മുറിയിൽ നിന്ന് മാല കണ്ടെടുത്തില്ലെങ്കിൽ 2 തല ഞാൻ കൊയ്യും. ബാമയെ മുറി തുറന്നു കൊടുക്ക്, അവള് പരിശോധിക്കട്ടെ. ആഹാ, സുമ, എന്റെ പെട്ടി കണ്ടെടുന്നാ പറഞ്ഞത്. അത്ര കൊള്ളില്ലല്ലോ. കുറെ നാളായി ഓരോ പെട്ടി തൊട്ട് കളിക്കരുതെന്നാ പറഞ്ഞത്. ആഹാ, എന്നാ പിന്നെ നീ എടുക്കുന്ന ഒന്ന് കാണണം. അയ്യോ, ദൈവമേ, എന്റെ മാല കാണാനില്ല. ഞാൻ ഇവിടെ വച്ചിരുന്നത്. ആഹാ, അത് ശരി. നീ ഞങ്ങളുടെ പെട്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ കള്ളിയാക്കാൻ നോക്കുന്നു. ചേട്ടാ, എന്റെ മാല തൊണ്ടി കാണാനില്ല. കാണാനില്ലേ? വീണ്ടും ഒരു മോഷ്ടമോ? തൊണ്ടി എടുത്താ തെണ്ടി ആര്? അയ്യോ, നിങ്ങൾ അവനെ വെട്ടിയോ? ഇല്ല. സുമി, ആഹാ, ഇത് എവിടെയായിരുന്നു? എന്താ ചേട്ടാ ഇത്? ഒരു സാരി. എന്തിനാ ഇപ്പൊ ഇതൊക്കെ? എനിക്ക് ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ. ഉണ്ടായിക്കോട്ടെ. ഭാര്യയോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തവനെന്നല്ലേ നീ കരുതിയിരുന്നത്? എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു സുമി, ഒരു അവസരം വരാൻ. എനിക്ക് എന്റെ ചേട്ടനെ നന്നായിട്ട് അറിയാം. സുമി, നീ സാരി ഒന്ന് എടുത്തു വരൂ. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം വല്ലയിടത്തും പോകുമ്പോ കൊടുത്താ പോരെ? അതുപോലെ ഇപ്പൊ തന്നെ വേണം. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇനി അതിനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലോ? ചേട്ടാ, ഇതാ മുല്ലപ്പൂ. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ നിന്റെ മാലയ്ക്ക് പകരം 25 ക്യാരറ്റിന്റെ കുനുകുന മുത്തുള്ള ഒരു മാലയും ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. അടിയിൽ ലാലിച്ചൻ എന്ന ലോക്കറ്റ് ഉള്ളത്. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ലോക്കറ്റിന്റെ കാര്യം അല്ല, മാലയുടെ കാര്യം. അതെന്താ സുമി നീ അത് ഇത്ര വേഗം മറന്നുളഞ്ഞ്? അത് മുക്കുപണ്ടാണ് ചേട്ടാ. കരയല്ലേ സുമി. ഭർത്താവ് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഭാര്യ സന്തോഷത്തോടു കൂടി വേണ്ട യാത്ര അയക്കാൻ. എന്നാലും ചേട്ടൻ ഇത്ര പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിയല്ലോ. മനുഷ്യൻ സാഹചര്യത്തിനടിമയല്ലേ സുമി. പെട്ടിയെടുക്കട്ടെ. കണ്ണോടയ്ക്ക്. ആത്മസംയമനം പാലിക്കൂ സുമി. ദിവസവും 2 നേരം ഞാൻ നിനക്ക് കത്തെഴുതും. എന്താ അളിയ, അളിയൻ എന്താ ഇത്ര പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരാളല്ല ഞാൻ. ജീവിതകാലം മുഴുവൻ ഭാര്യ വീട്ടിൽ കഴിയാൻ എനിക്കാവില്ലളിയ, ആവില്ല. അനശ്വര സിംഫണികൾ തയ്യാറാക്കാൻ സംഗീത സ്നേഹികളായ സായിപ്പന്മാർ എന്നെ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ ഡെറാഡൂണിലെ ഒരു സംഗീത അക്കാദമിയിലേക്ക് അധ്യാപകനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എന്റെ ഒരേ ഒരു അമ്മാവൻ. എന്റെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഗിരിജയുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ലമ്മേ, ഇനിയും ഞാനിവിടെ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്നും എന്നോട് ദേഷ്യപ്പെടാറുള്ള എന്റെ ഏട്ടൻ എന്റെ മുഖത്ത് നോക്കി ഹൃദയം തുറന്നൊന്ന് ചിരിക്കണം. ചിരിക്കില്ലേ ചേട്ടാ? നല്ല ചന്ത, തൃപ്തിയായി. ലാലുട്ടി, പോകുന്നതിന് മുമ്പ് നിന്റെ ആ സ്വരമാതിരി അവസാനമായി എനിക്കൊന്ന് കേൾക്കണം. നീലചന്ദ്രീം ജൂം സന്നാന അമ്മേ, നീലചന്ദ്രീം ജൂം സന്നാന.
എന്റെ നീലചന്ദ്രനെ. അയ്യോ എന്നെ പൊക്കി. അയ്യോ അളിയ എവിടെ പോന്നു? ലോസിയായിട്ട് ആള് വന്നിരിക്കുന്നു. ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നു. അയ്യോ അളിയ നിന്നേ. എന്താ എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയില്ലേ? എന്തിനാ നിങ്ങളെ തല്ലുന്നത്? എനിക്കറിയോ, അവരോട് ചോദിക്കണം. അയ്യോ, എന്നെ കൊല്ലരുത്. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ ഈ താലിയുടെ അല ഈ കല്ലിന്റെ മാറ്റം കുറിച്ച് നോക്കായിരുന്നു. ഈ കല്ല് മുക്കാണോ? വന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ താലി വിശ്വാസം ഇല്ലാതായോ? അയ്യോ, എനിക്ക് വിശ്വാസമില്ലാതെ ഭാമേ. പോലീസുകാർക്ക് വിശ്വാസമില്ലാതെ അയലോ ഒന്ന് പേടിച്ചിട്ടാ. അനിയന് പറ്റിയതുപോലെ എനിക്ക് പറ്റരുതല്ലോ. അയ്യോ ലൈറ്റ് പിടിച്ചു പിടിച്ചു. അയ്യോ അയ്യോ എന്നെ കൊല്ലണ്ടേ. മനസ്സിലായില്ലേ? മനസ്സിലായിട്ട് തന്നെ തന്നത്. തലേക്കൂടെ മുണ്ടിട്ട് ആളറിയത്തില്ലെന്ന് വിചാരിച്ചു. മഴ കാരണമാണ്. കാരണമൊന്നും പറയണ്ട. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം. ഈ വീട്ടിലുള്ളവർ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് വരെ ഒരു പോലീസുകാരൻ ഇവിടെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ല. മാനവും മര്യാദക്ക് ജീവിക്കുന്നവരാ ഇവിടെ. മാനവും മര്യാദ ഇവിടെ ആർക്കാ മാനവും മര്യാദ ഉള്ളത് എനിക്ക് ഇപ്പൊ അറിയണം. ഡേറാഡൂണെന്ന് എപ്പ വന്നനിയാ? ചേട്ടാ പാമ്പ് കടിച്ചോന്റെ വായി പാഷാണം കലക്കി ഒഴിക്കല്ലേ. എല്ലാത്തിനും ഈ തള്ള ഒരുത്തിയാണ് കാരണം. സ്ത്രീധനമായിട്ട് എനിക്ക് മുക്ക് കൊണ്ടോടെ വന്നല്ലേ. എന്റെ തള്ളയല്ല, ചേട്ടന്റെ തള്ളയെ തെറ്റുകാരി. കല്യാണം കഴിഞ്ഞ് ആദ്യ വിരുന്നിന് വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ 10 പവന്റെ ആഭരണമില്ലാതെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഞാനാ മുക്കുകൊണ്ട വാങ്ങിയിട്ടത്. സുമി, എല്ലാം ചേട്ടനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ. സുമി, ഇനി അധികകാലം എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. അത്രയ്ക്കും വേണ്ടി കിട്ടി. എന്റെ സിംഫണിയും പൊട്ടി.